ഞാനൊരു കഥ പറയട്ടെ. സുധീഷും നിധിയും കോളേജിലേക്ക് ചെല്ലുന്നു. അവിടെ പ്രിൻസിപ്പൽ മാമിനെ കണ്ട് സർട്ടിഫിക്കറ്റ് ശരിയായോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ മാഡം പറഞ്ഞു, 2 ആഴ്ചയ്ക്കുള്ളിൽ ശരിയാവും, അല്ലെങ്കിൽ നേരത്തെ ശരിയായാൽ സുധീഷിനോട് പറയാം, അപ്പോൾ വന്ന് വാങ്ങിച്ചോളൂ എന്ന് പറയുന്നു. മാഡം നിധിയോട് ചോദിച്ചു, നിങ്ങളുടെ കല്യാണം ഒരു അഡ്വഞ്ചറായിരുന്നു അല്ലേ എന്ന്. അപ്പോൾ നിധി ആ എന്ന് പറഞ്ഞ് തലകുലുക്കി. അപ്പോൾ സുധീഷിൻ്റെ മൈൻഡ് വോയിസ്, അവരെന്തിനാ ഇപ്പോൾ ഇവിടെ ഈ കാര്യം ചർച്ച ചെയ്തത്? മാഡം കൺഗ്രാജുലേഷൻ പറഞ്ഞ് അത്തോട്ട് പോയി. നിധി ചോദിച്ചു, എന്തിനാ കല്യാണക്കാരൻ ഇവിടെ പറഞ്ഞത് എന്ന് സുധീഷിനോട്. അത് പറഞ്ഞതുകൊണ്ടാണ് മാഡം സർട്ടിഫിക്കറ്റ് തരാം എന്ന് തന്നെ സമ്മതിച്ചത്. സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലേ, അതിൽ സന്തോഷിക്കുക എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, ഞാൻ വല്ലവരോട് മിണ്ടുമ്പോൾ നിധിക്ക് എന്താ അസൂയുണ്ടോ എന്ന്. എനിക്കെന്തിനാ അസൂയ, നിങ്ങൾ ആരോട് വേണമെങ്കിലും മിണ്ടിക്കോ എന്ന് നിധി പറയുന്നുണ്ട്. ഞാൻ മാഡത്തോട് സംസാരിക്കുമ്പോൾ പിന്നെ എന്തിനാ നിധി എന്നെ നോക്കി നിന്നത് എന്ന്. കോളേജിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണോ വരുന്നത്? ഷർട്ടിൻ്റെ ബട്ടൺസ് അഴിച്ചിട്ട് ബനിയനൊക്കെ പുറത്ത് കാണിച്ച് ഒരു ഗുണ്ടാ ലുക്കിൽ. നിങ്ങൾ നടക്കുന്നത് തന്നെ ഒരു റൗഡിയെ പോലെയാണെന്ന് നിധി പറയുന്നുണ്ട്. നിധി കാറിൽ വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ സുധീഷ് ചോദിച്ചു, ഇന്ന് നല്ല സന്തോഷത്തിലാണ്, സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് കൊണ്ടായിരിക്കും അല്ലേ എന്ന്. നിധി പറഞ്ഞു, എല്ലാ സർട്ടിഫിക്കറ്റും കിട്ടില്ല എന്ന് വിചാരിച്ചാണ്, അതിപ്പോൾ 2 ആഴ്ചക്കുള്ളിൽ കൈ കിട്ടുമല്ലോ, എന്നിട്ട് വേണം ജോലി നോക്കാൻ. സുധീഷ് പറഞ്ഞു, ഇതിന് ചിലവ് ചെയ്യണമെന്ന്. എന്താ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് നിധി കാറിൽ നിന്ന് ഇറങ്ങിപ്പോയി 2 ഐസ്ക്രീമുമായി വരുന്നു. അപ്പോൾ സുധി കളിയാക്കിക്കൊണ്ട്, ഇതാണോ ചിലവ് ചെയ്യാമെന്ന് പറഞ്ഞത്? നിധി പറഞ്ഞു, ഇപ്പോൾ ഇത്രയേ ഉള്ളൂ, ജോലി കിട്ടട്ടെ, വലിയൊരു ട്രീറ്റ് തരാമെന്ന് പറയുന്നുണ്ട്, നമ്മൾ ഫാമിലിയായി പോയിട്ട് ചിലവ് ചെയ്യാമെന്ന്. അപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, നമ്മൾ 2 പേരും പോരാ, എനിക്ക് ഫാമിലിയായി പോവാനാണ് ഇഷ്ടം. അത് ശരി, നമ്മളുടെ ഫാമിലിയായിട്ട് അല്ല, നിങ്ങളുടെ ഫാമിലിയും കൂട്ടത്തിൽ ഞാനും. നികേഷും ഹരീഷും വർക്ക്ഷോപ്പിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നികേഷിന് ജ്യൂസ് വന്നു. ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പണിയെടുക്കാൻ ഒരു വണ്ടി വരുന്നത്. അയാൾ ചോദിച്ചു, നിൻ്റെ ഏട്ടൻ്റെ കല്യാണം മുടങ്ങിപ്പോയില്ലേന്ന്. അതിന് ഞങ്ങളാരും കല്യാണം തീരുമാനിച്ചിട്ടൊന്നുമില്ലല്ലോ എന്ന് ഹരീഷ് തിരിച്ചു ചോദിക്കുന്നുണ്ട്. അല്ല, ഡേറ്റൊക്കെ നിശ്ചയിച്ചിട്ട് അത് മുടങ്ങിപ്പോയി എന്ന് കേട്ടു എന്ന് പറയുന്നു. അത് കേട്ടപ്പോൾ നികേഷിന് ഭയങ്കര വിഷമമായി. അതിന് തക്കതായ മറുപടി ഹരീഷ് കൊടുക്കുകയും ചെയ്തു. ഹരീഷ് പറയുന്നുണ്ട്, നമ്മുടെ വീട്ടിലത്തെ കാര്യം അറിയാൻ എല്ലാവർക്കും വലിയ താല്പര്യമാണ്, ബാക്കി നാട്ടിലുള്ള വിശേഷങ്ങളൊന്നും അവർക്ക് വലിയ കുഴപ്പമില്ല. നികേഷ് പറയുന്നു, ഇനി ഞാൻ വീട്ടിലോട്ട് പോവട്ടെ, ഇനി ഇവിടെ നിന്നാൽ പലതും കേൾക്കേണ്ടി വരും. ഹരീഷ് പറഞ്ഞു, കുറച്ച് കഴിഞ്ഞിട്ട് പോകാം. വേണ്ടാന്ന്. അപ്പോൾ വർക്ക്ഷോപ്പത്തൊരു പയ്യൻ പറയുന്നുണ്ട്, നിനക്കിപ്പോൾ ഇത് കേൾക്കുമ്പോൾ വിഷമം, നിൻ്റെ ഏട്ടൻ എത്ര മറുപടി കൊടുക്കണം എല്ലാവർക്കും. നികേഷ് പോയ ശേഷം പണിക്കാരനോട് പറയുന്നുണ്ട്, ഇങ്ങനത്തെ ഉള്ള വർത്തമാനങ്ങൾ അനിയനോട് പറയണ്ട, അത് അവന് വലിയ വിഷമമാവുമെന്ന്. വർക്ക്ഷോപ്പിലേക്ക് നീതു വരുന്നു ഹരീഷിനെ കാണാൻ. നീതു പറയുന്നുണ്ട്, നിൻ്റെ വീട്ടിൽ ചേട്ടത്തിയമ്മ വന്നല്ലോ, ഇപ്പോൾ നല്ല സന്തോഷമായിരിക്കുമല്ലേ എന്ന്. ഹരീഷ് ചോദിക്കുന്നുണ്ട്, നീതുവിന് എൻ്റെ വീട്ടിലേക്ക് വരാൻ നിനക്ക് താല്പര്യമുണ്ടെന്ന്. നീതു പറഞ്ഞു, ഇപ്പോൾ വിളിച്ചാലും ഇപ്പോൾ വരാമെന്ന്. അപ്പോൾ ഹരീഷ് ഒരു ചോദ്യം ചോദിച്ചു, എൻ്റെ ഏട്ടനെ നിനക്ക് കല്യാണം കഴിക്കാമോ എന്ന്. ഈ ചോദ്യം കേട്ട് നീതു വളരെ വിഷമത്തിലായി. ശരിക്കും ഹരീഷിനെ തല്ലാഞ്ഞത് ഹരീഷിൻ്റെ ഭാഗ്യം. നീതു പറയുന്നുണ്ട്, എൻ്റെ അമ്മയും അച്ഛനും എന്നെ എത്രമാത്രം ഈ കടയിൽ വരുന്നതിന് തല്ലുന്നുണ്ടെന്നറിയോ, എന്നാലും നിങ്ങളെ കാണാൻ വേണ്ടി വരുന്നു, എന്നോടാണ് ഇങ്ങനെയൊരു ചോദ്യമെന്ന്. നീതു വിഷമത്തോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് വർക്ക്ഷോപ്പത്തെ പയ്യന്മാർ പറയുന്നുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്ന പയ്യനോടാണോ നിങ്ങൾ നിങ്ങളുടെ ചേട്ടനെ കല്യാണം കഴിക്കാൻ പറയുന്നത്? വീട്ടിൽ നികേഷും നിധിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുഭാഷും സുധീഷും കയറി വരുന്നു. അവർ ചോദിച്ചു, ഊണ് കഴിച്ചില്ലേ എന്ന്. ഇല്ല. എന്താ കഴിക്കാത്ത കാരണം? ഞാൻ കഴിക്കാൻ പറഞ്ഞതാണല്ലോ, ഞങ്ങൾക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞു. അപ്പം നിധി പറഞ്ഞു, ഞാൻ ഊണെടുത്ത് വയ്ക്കാം, എല്ലാവർക്കും കൂടെ കഴിക്കാമെന്ന്. ശരിക്കും വിശപ്പില്ലാഞ്ഞിട്ടാണോ അതോ ഞാൻ വരാൻ കാത്തിരുന്നതാണോ എന്ന് സുധീഷ് ചോദിക്കുന്നു. അതിന് ഞങ്ങൾക്ക് വിശപ്പില്ലാഞ്ഞിട്ടാണ്, ഇയാൾ വരാൻ വേണ്ടിയിട്ടൊന്നും അല്ല എന്ന് നിധി മറുപടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നിധിയും സുഭാഷും സുരേഷും കൂടെ ഊണ് കഴിക്കാനിരിക്കുന്നു. അവിടേക്ക് തുള്ളി കളിച്ചുകൊണ്ട് നീതു വരുന്നുണ്ട്. ഈ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്ത ഭാഗം നാളേക്ക്. ഓക്കെ, ബൈ, സീ യു.